വെഞ്ഞാറമൂട്ടിലെ നിഷ്ഠൂരമായ കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹത തുടരുന്നു. പ്രതി അഫാന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 5 കൊലപാതകം നടത്തിയിട്ടും ഒരു മനപ്രയാസവുമില്ലാത്ത പ്രതി അഫാൻ നേരിട്ടെത്തിയാണ് വെഞ്ഞാറമൂട് പോലീസിനെ കാര്യമറിയിച്ചത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് പോലീസിന് തടസ്സമാകുന്നത്. ഇവരൊന്നും പറയാറായിട്ടില്ല. ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ഫോറൻസിക് ടീം തെളിവ് ശേഖരിക്കുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. എപ്പോഴേക്കും പ്രതി കസ്റ്റഡിയിൽ വാങ്ങാനാകും? പറയാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കണക്കിലെടുത്ത് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമേ അത് പറയാൻ പറ്റൂ. ആശുപത്രിയിലെത്തി ശേഖരിച്ച മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഓരോരുത്തരുടെയും കൊലയ്ക്ക് വ്യത്യസ്തങ്ങളായ കാരണമാണ് പ്രതി അഫാൻ പറയുന്നത്. പ്രതി ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് പരിശോധിക്കാൻ അയച്ച രക്തസാമ്പിളിന്റെ റിസൾട്ട് വരാനുണ്ട്. പ്രതിയുടെ സാമ്പത്തിക ഇടപാടും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മയുടെ മൊഴിയും കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കുന്നതിൽ നിർണായകമാകും. കുടുംബത്തിന്റെ ഇടപാടുകൾ അച്ഛനിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് ബന്ധുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. ഇതെല്ലാം കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. IG ശ്യാം സുന്ദരൻ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.